ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അടുക്കളപ്പണിയൊക്കെ തുടങ്ങി. അങ്ങനെ ഇന്ന് രാവിലെ സാമ്പാറും മീൻകറിയും തോരനും ഒക്കെയാണ് വെച്ചത്. എല്ലാം വച്ചൊതുക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് പാർലർ വരെ പോകണം. 10-15 ദിവസം കൊണ്ട് മുഖം ഒക്കെ ഏകദേശം കുളമായിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ആദ്യം ഒന്ന് പാർലറിൽ പോകാമെന്ന് ചോദിച്ചു. അങ്ങനെ രാവിലത്തെ അടുക്കളപ്പണിയെല്ലാം ഒതുക്കി വച്ചതിന് ശേഷം പാർലറിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ച് റെഡിയായി. ഒരു മുട്ടയൊക്കെ പൊരിച്ചാണ് ഇന്നത്തെ ഉച്ച ഊണ് നടത്തിയത്. കുറച്ച് ദിവസം കൊണ്ട് അവിടുത്തെ കടകളിൽ ആഹാരം കഴിച്ച് മടുത്തിരുന്നതാണ്. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് ഉച്ച ഊണൊക്കെ കഴിച്ചിട്ട് ദേ പോണു പാർലറിലോട്ട്. നിങ്ങളും വാ, നമുക്ക് ഒന്നിച്ച് പോകാം. സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു പാർലറിലാണ് ഞാൻ പോണത്. ഇത് നമ്മൾ അരി വടിച്ചെടുക്കുമ്പോൾ അവസാനം വീഴുന്ന ചോറും ലാസ്റ്റിലെ കഞ്ഞിവെള്ളവും കൂടി മിക്സിയിലെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് 1 സ്പൂൺ തേനുമായി ചേർത്ത് മുഖത്ത് നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് അതിനൊന്ന് മസാജ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്തായി നമ്മൾ എത്ര ഇതായിട്ട് ചെയ്താലും കയ്യിലൊക്കെ നല്ല സ്മൂത്തായിരിക്കും. കഞ്ഞിവെള്ളവും ചോറും തേനും ഒക്കെ ആയതുകൊണ്ട് നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ലാസ്റ്റിൽ പാക്കിടാം. പിന്നെ ഒരു കാര്യം പറ്റിപ്പോയി, ഇന്ന് പാക്ക് ഇട്ടിട്ട് എനിക്ക് കഴുകി കാണിക്കാൻ കഴിഞ്ഞില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഞാനൊരു 1 മണിയൊക്കെ ആയപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ഒരു 1:30 മണിയൊക്കെ ആയപ്പോഴാണ് ഈ പരിപാടികളൊക്കെ നടത്തിയത്. എന്നിട്ട് ചെന്ന് പാക്കൊക്കെ ഇട്ടുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ, അറിഞ്ഞില്ല. ലാസ്റ്റിൽ മുഖം ഒരുമാതിരി പിടിക്കുന്ന കണ്ട് എണീറ്റപ്പം മുഖത്തെല്ലാം വരണ്ട് പിടിച്ചു പോയി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങിച്ച് അങ്ങ് കഴുകിക്കളഞ്ഞു. ഓർമ്മിച്ചില്ല വീഡിയോ പിടിക്കുന്ന കാര്യം. അതുമാത്രം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ സൂപ്പർ റിസൾട്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു നോക്കുകയും ഇട്ട് നോക്കുകയും ചെയ്യണം. നമുക്കൊരു പൈസയും ചിലവില്ല. നമ്മൾ ഡെയിലി വടിച്ച് കളയുന്ന കഞ്ഞിവെള്ളവും അതിലുണ്ടാവുന്ന ചോറും കടലപ്പൊടി ഇട്ടില്ലെങ്കിലോ തേനിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചോറും നമ്മളെ കഞ്ഞിവെള്ളവും കൂടി അരച്ച് തേച്ചിരുന്നാൽ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. താങ്ക് യു.